എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. SIR-മായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. SIR ഫോമിൽ ബന്ധുക്കളെ ചേർക്കുന്നതിൽ അച്ഛനോ അമ്മയോ അവരുടെ മാതാപിതാക്കളോ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്ന് ഇപ്പോൾ SIR ഫോം വിതരണം ചെയ്തു തുടങ്ങി 19 ദിവസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിനകം പങ്കാളികളെയും അതുപോലെ തന്നെ സഹോദരന്മാരെയും അല്ലെങ്കിൽ സഹോദരിമാരെയും എഴുതിയിട്ടുള്ള ആളുകളാണ് ആശങ്കയിലായിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു പഠനം പോലും നടത്താതെയാണ് സംസ്ഥാനത്ത് SIR ധൃതിയിൽ നടപ്പിലാക്കുന്നത്. 2 മാസത്തേക്ക് സാവകാശമുണ്ട് എങ്കിൽ യാതൊരുവിധ സമ്മർദ്ദവും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നതായിരുന്നു. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഇത് നടപ്പിലാക്കാമായിരുന്നു. ജനങ്ങളെ അല്ലെങ്കിൽ BLOമാരെയും ജനങ്ങളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനാണ് ഈ ഒരു തിടുക്കം എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ബീഹാർ ഇലക്ഷനിൽ അതിന്റെ ഒരു നേട്ടം പല ആളുകൾക്കും ഉണ്ടായി എന്നുള്ള വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗാളിൽ 2 കോടി വോട്ടർമാർ വെട്ടും എന്നുള്ള നില ഉണ്ടായിരിക്കെ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 1 ലക്ഷം വോട്ടർമാരെ 1 ലക്ഷത്തിലധികം വോട്ടർമാരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മരണപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ഇരട്ട വോട്ടർമാരായിരിക്കാം എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഖ്യാനിക്കുന്നത്. ആരൊക്കെയാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നിലവിൽ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കെ SIR ഫോം ലഭിക്കാത്ത ആളുകളും ആശങ്കയിലാണ്. അങ്ങനെയുള്ള ആളുകൾ അക്ഷയ അല്ലെങ്കിൽ ഓൺലൈൻ കേന്ദ്രങ്ങൾ മുഖേന ഫോം 6-ൽ അപേക്ഷ നൽകേണ്ടതുണ്ട്. പൂരിപ്പിച്ച ഫോമുകൾ BLOക്ക് ഉടനെ തിരിച്ചു നൽകണം. ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BLOമാർക്ക് ഒഴിവില്ല. കാരണം 1500ഓളം ആളുകളുടെ ഡാറ്റകളാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ മുഖാന്തരം ഡാറ്റ എൻട്രി നടത്തി ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിക്കേണ്ടത്. ആ ഒരു ഉദ്യമത്തിലാണ് പാവപ്പെട്ട BLO ഓഫീസർമാർ. അപ്പോൾ നിങ്ങളുടെ ഫോം കൃത്യമായിട്ട് അതാത് BLOമാരെ തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. കൃത്യമായിട്ട് സമയങ്ങളിൽ തിരിച്ചേൽപ്പിക്കാത്ത എന്യൂമറേഷൻ ഫോമുകൾ ഉണ്ട് എങ്കിൽ അവരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നും ഓർക്കുക. അപ്പോൾ പിന്നീട് ഇതിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് പൂരിപ്പിച്ച് അത് നിങ്ങളുടെ BLOക്ക് തിരിച്ചു നൽകുക. 4-ാം തീയതി വരെയാണ് ഡിജിറ്റലൈസേഷനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ ഈ കാര്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ ഉടനെ ഫോം BLOക്ക് തിരിച്ച് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. 9-ാം തീയതി ആദ്യ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൽ എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ട് എങ്കിൽ തിരുത്താനുള്ള ഒരു സമയം കൂടി ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡാറ്റ എൻട്രി നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ നൽകിയിട്ടുള്ള എന്യൂമറേഷൻ ഫോം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതെങ്ങനെ വേണം എന്നുള്ളത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അത് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2ാം ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾ തീർച്ചയായിട്ടും ഫോം 6 പ്രകാരം അപേക്ഷ നൽകണം. നിലവിൽ വീട്ടിലുള്ള ഒരാളുടെ വോട്ടർ ID കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റ്, ആധാർ കാർഡ്, പുതിയൊരു ഫോട്ടോ, ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇവ മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അത് 9-ാം തീയതിക്ക് ശേഷം എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴും അത് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.